നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 41 മുതൽ 44 വരെയുള്ള തിരുവചനമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ഭണ്ഡാരത്തിൻ്റെ എതിർവശത്ത് ധനവാന്മാർ ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു. യേശു ഭണ്ഡാരത്തിൻ്റെ എതിർവശത്ത് ധനവാന്മാർ ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദരിദ്രയായ വിധവയും വന്ന് ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കുന്നതായി യേശു കണ്ടു. ആ ദരിദ്രയായ വിധവ 2 ചെമ്പു തുട്ടുകൾ മാത്രമാണ് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത്. ആ ദരിദ്രയായ വിധവ ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പു നാണയങ്ങൾ മാത്രമാണ് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത്. എന്നാൽ ധനവാന്മാർ നിരവധി പണം ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു കൊണ്ടിരുന്നു. അവർ അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിരവധി സംഭാവനകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരുന്നു. യേശു ഇത് കണ്ട് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഇതാ നോക്കൂ, ഈ വിധവ മറ്റെല്ലാവരെക്കാൾ കൂടുതലായി ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതിന് കാരണം എന്താണ് എന്നാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പു നാണയങ്ങൾ മാത്രം ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച ആ വിധവ എല്ലാവരെക്കാൾ കൂടുതൽ നിക്ഷേപിച്ചു എന്ന് യേശു ക്രിസ്തു പറയുവാൻ കാരണം എന്താണ് എന്നാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അതിൻ്റെ മറുപടി മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 44-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. അതിപ്രകാരമാണ്: ഈ ദരിദ്രയായ വിധവ തൻ്റെ ഉപജീവനത്തിനുള്ള മാർഗം മുഴുവനും ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ ദരിദ്രയായ വിധവ 2 ചെമ്പു തൊട്ടുകൾ, അത് അവളുടെ ഉപജീവനത്തിനുള്ള മാർഗമായിരുന്നു. അത് മുഴുവനായി അവൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതിനാലാണ് ആ വിധവയുടെ ആ 2 ചെമ്പു നാണയങ്ങൾ, ഏറ്റവും വില കുറഞ്ഞ ആ 2 ചെമ്പു നാണയങ്ങൾ ഏറ്റവും വിലമതിപ്പുള്ള സംഭാവനയായി യേശു അതിനെ ശിഷ്യന്മാരോട് പഠിപ്പിച്ചത്.